സെൽഫ് തോട്ടാണ്. ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല, അല്ലാതെ വരയ്ക്കുന്നതാണ്. നമ്മൾ വെളിയിൽ നിൽക്കുന്നു ഒറ്റയ്ക്ക് കയറിപ്പോവാൻ ഒരു ക്രിഞ്ച്. ട്രിവാൻഡ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം ഗൈസ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോസ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രക്ഷയില്ല, കാണിച്ചു തരാം ഗൈസ്. ഒത്തിരി അവരൊക്കെ ഏജൊന്നും അവർക്കൊരു വിഷയമല്ല, പാഷനായിട്ടാണ് ഫുള്ള്. ഇവിടെ ഫുൾ ആൾക്കാരാണല്ലോ. അതിന് പറ എന്താണ് പറയുക? എനിക്ക് പ്രത്യേകിച്ച് സ്റ്റേജിൽ കയറിയപ്പോൾ എന്തായിരുന്നു ഫീൽ? സ്വന്തം ഫോട്ടോ കാണിച്ച അഭിമാനം കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം എണീറ്റിക്കണം. ഓൾറെഡി എണീറ്റ് ഇട്ടോ സ്റ്റേജിൽ കയറി എന്തോന്ന് വോയിസ്. നമസ്കാരം മിത്രങ്ങളെ, വെൽക്കം ബാക്ക് ടു മൈ കുഞ്ഞു വ്ളോഗ് ഗൈസ്. ഇന്ന് ഞാൻ ഈ രാത്രിയാണ് കേട്ടോ ഈ വ്ളോഗ് എടുക്കണം, പകലല്ല. ഇന്ന് ഇവിടെ മറ്റേ സൂര്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചേച്ചി മറ്റേ ആർട്ട് വർക്കും സംഭവമായിട്ട് പെയിൻറ്റിങ്ങും മറ്റേ ക്യാൻവസിലാണ് പരിപാടി ചെയ്യണം. അത് ഒരു 1 വീക്ക് കൊണ്ട് പരിപാടി നടക്കുന്നുണ്ട്. 1 വീക്ക് കൊണ്ട് ഒരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡേ ഇന്നാണ്. അപ്പോൾ ഇന്ന് അവിടെ കുറച്ച് പരിപാടിയും എല്ലാ സ്കെച്ചസും കാണാൻ പറ്റും. പിന്നെ അതുകൂടെ കേക്ക് കട്ടിങ് എന്തോ ഫെസ്റ്റിവലാണ്. അതിൻ്റെ ABCD എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നമുക്കവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ അതിനകത്ത് കയറിയിട്ടില്ല. പക്ഷെ അവിടെ ഡ്രാമയും അതൊരു വലിയൊരു സംഭവമാണ്. ഒരു പുള്ളിക്കാരനാണ് അത് നോക്കുന്നത്. ആ പുള്ളിക്കാരനും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ പരിപാടികൾ സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോവേണം. അപ്പോൾ ചേച്ചിയെ കുറിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പം അനു ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ അങ്ങോട്ട് പോയിക്കൊണ്ട് പോവാം. വൈകിട്ടായി ഗൈസ്. ചേച്ചി കുറച്ച് നേരത്തെ വിളിച്ച് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. കുറച്ച് ലേറ്റായി. ശരിയല്ല, കേട്ട് നോക്കാം. പടക്കുതിര സ്റ്റാർട്ടായിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു. ഇനി നേരെ പോയി അനുവിനെ വിളിക്കാം. അവനെ തൂക്കിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാം ഗൈസ്. അവനെ തൂക്കി ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് വരാം ഗൈസ്. ഗൈസ് ഇതാണ് സംഭവം. എന്തോ ആണെന്ന് എനിക്കറിഞ്ഞൂടാ. ആർട്ടാണ് മെയിൻ. ബട്ട് അതിനകത്ത് പ്രോഗ്രാം നടക്കുകയാണ്. അകത്ത് കയറിയിട്ട് എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് കൊണ്ടുവാരുമില്ലെന്നില്ല സംഭവം. എല്ലാവരും അകത്തിരിക്കുകയാണ്, നമ്മൾ വെളിയിൽ നിൽക്കുന്നു. ഒറ്റയ്ക്ക് കയറിപ്പോവാൻ ഒരു ക്രിഞ്ച്. ഓടാ, ഇതൊക്കെ ഇവിടെ വരച്ച് വെച്ചേക്കണാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ? ആർട്ട് നൈസ്. ഇതേപോലെ ഒരെണ്ണമാണ് ചേച്ചി വരച്ചേക്കണം. പക്ഷെ ചേച്ചി വരച്ചേക്കുന്ന ഭയങ്കര മറ്റേ താറാവിൻ്റെ സംഭവം. എനിക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. എക്സിബിഷനാണ് കേട്ടോ ഇവിടെ. ഇത് ചേച്ചിയുടെ ഭാഗമാണ്. ഇത് ചേച്ചിയുടെ ഭാഗം. ചേച്ചി വിളിച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ് ഫോൺ സൈലന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോയിട്ട് വരാം. ട്രിവാൻഡ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം. ഉണർത്തടാ കൂടിപ്പോ ഗൈസ്. മറ്റേ മയിലിൻ്റെ കണ്ടില്ലേ നീ? അതിൽ റിഫ്ലക്ഷൻ ഉണ്ടോ വെള്ളത്തിൻ്റെ? ഇനി അകത്ത് കയറിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഇതാണ് ഇവിടുത്തെ സാറ്. ചേട്ടൻ ചുമ്മാ പൊട്ടി വരച്ചിട്ട് പോയി. അപ്പോൾ ആർട്ടിസ്റ്റ് അതിനെ പിക്ചറാക്കേണ്ട പരിപാടിയാണ് കാണുന്നത്. ഭയങ്കര ക്രിയേറ്റീവാണ് ഗൈസ്.
അപ്പോൾ എല്ലാ കുട്ടികളെയും ഇത് നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവമാണ്. ആരെങ്കിലും അമിതമായി പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷെ അവരുടെ ലക്ഷ്യം ഇയാളുടെ ഒരു വീഴ്ച കാണുക എന്നുള്ള എൻ്റെ കൗതുകമാണ് ശരിക്കും ഉള്ളത്. നമുക്ക് കുറേ വാഗ്ദാനങ്ങൾ തന്നാലും നമ്മളതൊന്നും വിശ്വസിക്കാത്ത ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ സ്ഥിരമായി കബളിപ്പിക്കപ്പെടും. നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്ന് ഒത്തിരി പേര് നമ്മളെ കബളിപ്പിച്ച് കഴിക്കും. അങ്ങനെ ദൈവം ഒന്ന് നമുക്കൊരു വാഗ്ദാനം തന്നാലും നമ്മൾ വിശ്വസിക്കാത്ത ഒരു ഈ നേതാക്കളുടെ ഈ കപടമായ വാഗ്ദാനങ്ങളും അതൊക്കെ ഏറ്റുപറഞ്ഞ് നടക്കുന്ന അണികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വരച്ചത്. എപ്പോഴും ഒരു കാലത്ത് അണികൾ ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അതോടുകൂടി നേതാവിന് ഇയാളെ വേണ്ടാതാവും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്പീക്കറിൻ്റെ പടത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. അഥവാ നമുക്ക് സൗഹൃദമായി തന്നെ അത് നമുക്ക് നേട്ടം ഉണ്ടാകുന്ന വിധത്തിലാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ അച്ഛനെ കൊണ്ട് പിന്നീട് പ്രയോജനമില്ലാതാകുമ്പോൾ അച്ഛനെയും മകൻ ചിലപ്പോൾ ഉപേക്ഷിച്ചേക്കും. പ്രാർത്ഥിക്കാറുണ്ട്, ലോട്ടറി അടിക്കണമെന്നൊന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആവശ്യങ്ങൾ ദൈവത്തിനോട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ലോട്ടറി പോലും എടുക്കാതെയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പോലും നമ്മളെ സഹായിക്കാൻ കഴിയാറില്ല. ചില വ്യാഖ്യാനിക്കാമെന്നുള്ള ഒരു കാരണമാണ് ആടിനെ യജമാൻ ഇങ്ങനെ ഫുഡ് കൊടുത്ത് ഇല കൊടുത്ത് വളർത്തുകയാണ്. പക്ഷെ അത് അവസാനം കൂടുതൽ മുഴുത്ത ആടായി കൂടുതൽ ഇറച്ചി കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലാണ് ചെയ്യുന്നത്. നമ്മുടെ പിന്നെ പല വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമായിട്ടും കണക്ട് ചെയ്തതാണ്. വേദക്കാട് താമസിക്കുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിപ്പോൾ ഒരു ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഒരു 20 ഇപ്പോൾ ഒരു ട്രഷറിയിലെ സീനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളോടൊപ്പം കഴിഞ്ഞ 3-4 വർഷമായി. ഷീനുവിൻ്റെ ലാവണ്യ ഈ ക്യാമ്പിൽ ആദ്യമായിട്ടാണ് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. ലാവണ്യ നാഷണൽ കോളേജിലെ അമ്പലത്തറയിലുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. എല്ലാ സമയം ചിത്രരചന. ചലച്ചിത്ര സംവിധായകനായ ബിജു വിശ്വനാഥിൻ്റെ വൈഫാണ്. ഇത്തവണ ഞങ്ങൾ ക്യാമ്പിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു. മുഴുവൻ സമയ ചിത്രകാരിയാണ്. KC ഗീത എന്നാണ് പേര്. മാഡം വിമൻസ് കോളേജിലെ അധ്യാപികയായിരുന്നു. റിട്ടയറായി ഇപ്പോൾ വീട്ടിൽ മുഴുവൻ ഹോബിയായിട്ട് ചിത്രരചന ചെയ്യുന്നു. ഈ MS മോഹനൻ, ഇദ്ദേഹം ഒരു ചിത്രകല അധ്യാപകനായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ. ഇപ്പോൾ റിട്ടയറിന് ശേഷം അദ്ദേഹം ചിത്രരചനയും പോകുന്നു. അദ്ദേഹം അതിന് പുറമെ ഓടക്കുഴലൊക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇദ്ദേഹം ISOയിൽ വർക്ക് ചെയ്യുന്നു. ISO റിട്ടയറായതിനു ശേഷം മുഴുവൻ സമയ ചിത്രകാരനായി പ്രവർത്തിക്കുന്നു. ഒരുപാട് വിദേശയാത്രകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാണിക്കാൻ നോക്കില്ല. ഇനി ഇവരോടൊക്കെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. എൻ്റെ പേര് ലാവണ്യ. ഞാൻ സെൽഫ് തോട്ടാണ്. ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല, അല്ലാതെ വരയ്ക്കുന്നതാണ്. കുഞ്ഞിലെ തൊട്ടേ വരയ്ക്കും. പെൻസിൽ ഡ്രോയിങ് ആണ് മെയിൻലി ചെയ്യുന്നത്. ഇപ്പോൾ അല്ലാതെ വാട്ടർ കളറിങ്ങും അതേപോലെ ലാൻഡ്സ്കേപ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. താങ്ക് യു. അങ്ങെത്തിയിരിക്കുന്നതാണ് ഗൈസ്. ഭർത്താവ് താമസിക്കുന്ന ഭർത്താവ് കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ വരച്ചേക്കണമെന്ന് ഒരു രക്ഷയില്ല. എന്താ പറയാ അല്ലേ? അതിനെന്താണ് പുതിയ എക്സ്പീരിയൻസ് പറയാനുള്ള? വിളിച്ചോണ്ടോടാ ക്യാമറയ്ക്ക് ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടാ? അടിപൊളി. ഒന്ന് വെച്ചാൽ ഓരോരുത്തർ അവരൊക്കെ ഏജൊന്നും അവർക്കൊരു വിഷയമല്ല. പാഷനായിട്ടാണ് ഫുള്ള്. അയ്യോ ഇവിടെ ഫുൾ ആൾക്കാരാണല്ലോ. അതിന് പറ എന്താണ് പറയുക? ഇങ്ങനെ എക്സ്പീരിയൻസ് ഞാനും ആദ്യമായിട്ടാണ് ഗൈസ് ഈ ആൾക്കാർ ഗൈസ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോസ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രക്ഷയില്ല, കാണിച്ചിട്ട് ഗൈസ്. ഇതിനൊക്കെ കുറെ അർത്ഥമുണ്ട് ഗൈസ്. എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. പുകയിലൂടെ പോകുന്ന ആൾക്കാർ പരിസ്ഥിതി മലിനീകരണമാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. ഇതിനും എന്തോ അർത്ഥമുണ്ട്. ഒരു എന്താ പറയാ,
ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഇവിടെ വന്നാൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ആർട്ടിൻ്റെ ഒരു സംഭവത്തിൽ ഫോട്ടോസൊന്നും ഒരു രക്ഷയില്ല, കഴിവ് തന്നെ. ഒരമ്മയും കുഞ്ഞു എന്തോ അർത്ഥമുണ്ട് ഇതിന്. ഇത് സ്വാതന്ത്ര്യം എന്നുവെച്ചാൽ ഫ്രീഡമാണ് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ തന്നെ മനസ്സിലാവും. വരാം പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവിടെ സിനിമ ഇട്ടൊക്കെയാണ്, ഏതോ മനസ്സിലാവാത്ത സിനിമ. അനു ചിത്രങ്ങളെ വിസിറ്റ് ചെയ്യണം, എന്തോ അവനും ചിത്രരംഗത്തിറങ്ങാൻ പോകണം, ചിത്രകലാരംഗത്തിറങ്ങാൻ പോകും. എന്താ വഴിയാ അവിടെ ഉണ്ടെന്ന്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അധികം ഇല്ല ഗൈസ്, ഫുള്ള് അവിടെയാണ്, അപ്പുറത്താണ്. സ്റ്റേജിൽ പറഞ്ഞിട്ട് ഫസ്റ്റ് മാവ് എന്ന് പറഞ്ഞൊരു ആർട്ട് ഗാലറി നടത്തണമെന്ന് പറഞ്ഞ് ആചാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സാർ ഒന്ന് കയറിയില്ലേ മാവു ആർട്ട് ഗാലറി? ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ അപ്പുറത്ത് തന്നെ നടത്തുന്നത് ഫുൾ ടൈം എന്തോ ഷോപ്പ് എന്തോ ഇട്ടേക്കണെന്നോ. ഇതാണ് ഗൈസ്. ചിത്രകാരി സ്റ്റേജിലെ പ്രസംഗം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അവിടെ പറയാൻ പറ്റുമല്ലോ സ്റ്റേജിൽ കയറിയപ്പോ എന്തായിരുന്നു ഫീല്? സ്വന്തം ഫോട്ടോ കാണിച്ച അഭിമാനം കൊണ്ട് ഇങ്ങനെ കുറച്ചേരം എണീറ്റിക്കണം. ഓൾറെഡി എണീറ്റ് ഇട്ടോ സ്റ്റേജിൽ കയറി എന്തോന്ന് വോയിസ്. ചേച്ചിയാണ് ഏറ്റവും വോയിസിൽ സംസാരിച്ചത്. പനി ശ്രദ്ധിച്ചാ? അത് കോൺഫിഡൻസ് കൂടിയിട്ട് ഞാൻ ഇടുന്നുണ്ട് വ്ളോഗിൽ, അപ്പൊ അറിയാൻ പറ്റും ഗൈസ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസ് എല്ലാം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. 3000 ആണ് അവർ വിൽക്കുന്നത്. നോ ബാർഗനിങ് ഒന്നുമില്ല. 3000 രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. വാങ്ങിച്ചു പോകും ഗൈസ്. അമ്മാതിരി ഫീലാണ് ഓരോ ഫോട്ടോസിനും ഇവിടെ, രക്ഷയില്ല. ഞാനും വരയ്ക്കും ചെറുതായിട്ട്. ഇതൊന്നുമില്ല, ഇത് ടോപ്പ് നമ്മുടെ ഇവിടെ കഴിവേന ഗൈസ്. ഇനി വെളി ഇറങ്ങിട്ട് തരാം, അയച്ചു തരാം. വണ്ടി ഇവിടെ ഇട്ടിങ്ങനെ ഗൈസ്. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ഔട്ടർ കൊടുക്കണം. പക്ഷെ ഇന്ന് ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. വരില്ലെന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ച് നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവരും ഉണ്ട് ഔട്ടർ കൊടുക്കാൻ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഞാൻ ഇങ്ങനെ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അടി വെച്ചോണ്ടെങ്കിൽ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ആർട്ട് സംബന്ധപ്പെട്ട ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഗുഡ്. നിങ്ങളെന്ത് നന്നായി എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഹരിച്ചേട്ടാ ഓക്കേട്ടാ. ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.